ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ എന്ന യൂണിറ്റിലെ യൂണിറ്റ് ടെസ്റ്റ് ആണ്, പരീക്ഷ. ഇതിൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ റിവിഷൻ പോലെ എക്സാം പോലെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ ചാപ്റ്റർ പഠിക്കുന്ന അല്ലെങ്കിൽ ആ യൂണിറ്റ് പഠിച്ച ഒരാൾക്ക് ഇത് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായി തന്നെ യൂണിറ്റ് 1ഉം 2ഉം ഒക്കെ എക്സാമിന് വേണ്ടി നന്നായി പഠിക്കുക. അപ്പോൾ യൂണിറ്റ് 2 ആണ് നമ്മളിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് അല്ലെങ്കിൽ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വരുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ ആണ്. തന്നിരിക്കുന്ന ചിത്രം നോക്കുക, നിങ്ങൾക്ക് എന്താണ് കാണുന്നത് എന്ന് വിശദീകരിക്കുക. ഈ ചിത്രമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചിത്രം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് വിശദീകരിക്കാനാണ് ആദ്യത്തെ ചോദ്യം. അപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ആദ്യം ചോദ്യങ്ങളും അതിനുശേഷം എല്ലാ ചോദ്യങ്ങൾക്ക് ശേഷം അവസാനമാണ് ഉത്തരങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾ എല്ലാ ചോദ്യവും നോക്കിയിട്ട് ആദ്യം ഉത്തരം എഴുതാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് മാക്സിമം ചോദ്യങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ഒരു 5-6 വരിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. മിനിമം 5 സെൻറ്റൻസ് എങ്കിലും വേണം കേട്ടോ. കുറേ കുട്ടികളുണ്ട്, ഫ്രൂട്ട്സ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് മിഠായി കാണുന്നുണ്ട്, ഒരു മങ്കീനെ കാണുന്നുണ്ട്, ട്രീ കാണുന്നുണ്ട് അല്ലേ, ഗിഫ്റ്റ് ബോക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇതിൽ എന്ത് കാണുന്നു എന്നുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഴുതാം. ഇത് നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഡിസ്ക്രൈബ് ചെയ്ത് 5 വരിയെങ്കിലും മിനിമം വേണം കേട്ടോ, 5 ലൈൻസ്. അടുത്ത ചോദ്യം, colorful ribbons began to fall from the sky. Here the word colorful describes the ribbons. Some describing words are given below. Complete the sentences by choosing the most suitable word from the list. ഇപ്പോൾ തന്നിരിക്കുന്ന ഡാഷ് നമ്മളൊന്ന് ഫില്ല് ചെയ്യണം. ഇപ്പോൾ 1 day നേഹ ആൻഡ് ഹർ ബ്രദർ റോഹൻ വെന്റ് ടു എ ഡാഷ് ബീച്ച്. അപ്പോൾ ഇവിടെ ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം. അപ്പോൾ ഈ 5 വേർഡ്സ് ഉണ്ട്. ഇത് 5 എണ്ണം ഇവിടെ എവിടെയാണോ വരിക അത് ഫില്ല് ചെയ്യുക. The sky was dash and the water sparkled under the dash sun. They made a dash sand castle and collected dash shells from the shore. Neha said, "This is the most amazing day ever." അപ്പോൾ വായിച്ചു നോക്കി എന്തെവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് എഴുതുക കേട്ടോ. അടുത്തത് ആൻസർ ദ റൈഡിൽസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നത് കടങ്കഥ പോലെയാണ്, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾ. I twinkle in the night sky, bright and far, high in the sky and make patterns at night. Who am I? രാത്രി കാലങ്ങളിൽ മിന്നുന്നു, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു, രാത്രിയെ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് ഞാൻ? ഉത്തരം എഴുതണം. അടുത്ത ചോദ്യം, as an egg I started, then started crawling, slept inside a cocoon, came out with colorful wings. Who am I? അപ്പോൾ കൊക്കൂണിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, പുറത്ത് വരുമ്പോൾ ചിറകുകൾ, കളർഫുൾ വിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് പറയുന്നതെന്നല്ലേ. അപ്പോൾ 2 ആൻസേഴ്സ് ഇതിൽ എഴുതുക. അടുത്തത്, റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ആൻസ്. ഉറുമ്പുകളെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസസ് എഴുതണം. നിങ്ങളുടെ പരിസരത്ത് ചുറ്റുപാട് നോക്കിയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യം, look at the word together, find as many words from this word, write each word you get inside a star, you will get 5 stars if you write 5 words. അപ്പോൾ ഇവിടെ ഈ ടുഗെദർ എന്നുള്ള ഒരു വേർഡിൽ നിന്ന് നിങ്ങൾ 5 വാക്കുകൾ, 5 അല്ല 6 വാക്കുകൾ ഉണ്ടാക്കിയിട്ട് സ്റ്റാറിനകത്ത് എഴുതുക. അടുത്തത്, wow, what a beautiful sight. The word wow shows surprise. Here are some words that show different emotions. Filling the blanks using the words given below that match the situation. അപ്പോൾ wow, alas, ouch, yeah, hooray എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് wow എന്ന് പറയുന്നത് സർപ്രൈസിനെ കാണിക്കാനുള്ളതാണ് അല്ലേ. അതുപോലെ നമ്മൾ ഈ പിക്ചറിൽ നമ്മൾ സിറ്റുവേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇതിൽ ഓരോന്നും ചേർത്തി കൊടുക്കണം. ഇവിടെ കണ്ടോ, ഡാഷ് എ ഫണ്ടാസ്റ്റിക് സ്കാച്ച്. ഇവിടെ യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഡാഷ് ആണ്, ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്, വി ഹാവ് പ്ലേഡ് വെരി വെൽ, വി ലോസ്റ്റ് ദി ഗെയിം, അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. അപ്പോൾ
എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഫില്ല് ചെയ്യുക. അപ്പം നമ്മളിത് ആദ്യം എന്തുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ തന്നത് എന്ന് പറയാം. ആദ്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എപ്പോഴും എക്സാമിന് പോകാൻ. നിങ്ങൾ അത് നന്നായി പഠിച്ച ഒരാൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മാറ്റി ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു പരിധി വരെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും സ്മൂത്തായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് എക്സാം ആയിട്ട് ഇടുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം ഇത് ചെയ്യൂ, അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എക്സാമിന് മുമ്പ് എക്സാമിന് മുമ്പ് ഓണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് വേഗം എഴുതിക്കോളൂ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആൻസർ കീ ആണ്. അപ്പോൾ ആദ്യം ഈ പിക്ചർ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, wow, what an amazing sight. I cannot believe my eyes. Sweets, gifts and fruits are falling from the sky. The children are trying to catch them. A boy got a gift in a packet. Another boy is trying to catch an apple. A girl is trying to collect chocolates from the ground. Another girl got a chain. One girl is having a handful of candies. A boy is sitting and eating an ice cream, and another boy is holding an ice cream in his hand and shouting aloud. A monkey is sitting on the branch of a tree holding an apple. It is really a beautiful sight. അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ one day Neha and her brother Rohan went to a sandy beach. The sky was warm and the water sparkled under the shiny sun. They made a big sand castle and collected bright shells from the shore. Neha said, "This is the most amazing day ever." അടുത്തത് answer the riders given below ആണ്. I twinkle in the night sky bright and far, high in the sky and make patterns at night. Who am I? Star. As an egg I started, then started trolling, slept inside a cocoon, came out with colorful wings. Who am I? Butterfly. അടുത്തത് observe your surroundings, write a few sentences about ants ആണ്. I looked around and found ants near the kitchen corner. They are moving in a line, carrying tiny food crumbs. Some ants are pulling, some were pushing, and all of them were helping each other. Ants never work alone. They share food, build their home, and protect each other. Just like a team, they know that working together makes them strong. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ടുഗെദർ എന്ന വേർഡ്സിൽ നിന്ന് ആ ഒരു ഒറ്റ വേർഡിൽ നിന്ന് നമ്മൾ 5 സ്റ്റാറുകൾ ഫില്ല് ചെയ്യണം. മിനിമം 6 സ്റ്റാർ ഉണ്ട് കേട്ടോ. അപ്പോൾ ടുഗെദറിൽ നോക്കൂ, നിങ്ങൾക്ക് ഗോ, GO, GET ഗെറ്റ്, HER ഹെർ, HOT ഹോട്ട്, TH ഇത, പിന്നെ ടു, ഇതെല്ലാം നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ കറക്റ്റാണ്. അടുത്തത് നമ്മുടെ 6ാമത്തെ ചോദ്യം വരുന്നത് വൗ, അലാസ്, ഔച്ച്, യാ, ഹുറേ നമ്മൾ ഫില്ല് ചെയ്യണം. നോക്കിക്കോളൂ. ആദ്യം നോക്കൂ, വൗ, വാട്ട് എ ഫണ്ടാസ്റ്റിക് ക്യാച്ച്. ഔച്ച്, യു ഹിറ്റ് മൈ ഹാൻഡ്. ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. യാ, ബോബി, യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. വി ഹാവ് പ്ലേഡ് വെരി വെൽ. അലാസ്, വി ലോസ്റ്റ് ദി ഗെയിം. ഹൊറേ, അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. ഓക്കെ, അപ്പോൾ 6 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എല്ലാ കമൻറ്റ്സിനുള്ള റിപ്ലൈ സമയം പോലെ ടൈം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.